ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഐറ്റംസ് ഹോൾ അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ആയിരുന്നു മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രാഫ്റ്റ് മാറിയിട്ട് ചെറുതായിട്ട് ബ്യൂട്ടി ഇപ്പോൾ ചെയ്യും, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യും, വ്ളോഗ്സ്, ഡാൻസ്, ഇതൊക്കെ ആയിട്ട് ഈ നാലെണ്ണം എന്തായാലും ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. ക്രാഫ്റ്റ് ഒഴിവാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ്. ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് ഞാൻ കാണിച്ചതാണ്. കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാലും നമുക്ക് കാണിക്കാം. ആദ്യം തന്നെ ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് സത്യം പറഞ്ഞാൽ ചിലപ്പം വീഡിയോയിൽ കാണുമ്പം അത്ര രസം ഉണ്ടാവില്ലെങ്കിലും ബട്ട് നേരിട്ട് കാണാൻ ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇവിടെ ബാക്കിലൊക്കെ നല്ല പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ നന്നായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ആൻഡ് ഏസ്തറ്റിക്കലാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ഇത് വന്നിട്ടുള്ളത്. ഇതൊക്കെ എജിയോമാർട്ടിൽ നിന്ന് വാങ്ങിയ ഐറ്റംസ് ആണ്. അപ്പം ഞാൻ കൊറിയൻ ക്യൂട്ട് സ്റ്റൈൽ നോക്കിയിട്ട് എടുത്തതാണ്. അപ്പം ഇതാട്ടോ ഫ്രണ്ട്. ഇവിടെയാണ് ഈ 3 സ്ഥലത്താണ് വർക്ക് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനെക്കൊണ്ടാണ് ഇത് എടുത്തത്. അമ്മ പറഞ്ഞത് എടുക്കണ്ട ഇതിനകത്ത് വേഗം ചേറാവുന്നത്. എന്നാലും ഞാൻ ക്യൂട്ട്നെസ് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു ലൈറ്റ് എൻ്റെ ഒത്തിരി ബ്ലൂ ആഡ് ചെയ്തൊരു കളർ കിട്ടും. ഗ്രീനും വൈറ്റും ഇച്ചിരി ബ്ലൂവും കൂടെ ആഡ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു കളർ കിട്ടും. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് വിങ്സോൺ അല്ലായിരിക്കും, അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ഇതിന് 4 സിബ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ സാധാ ഇങ്ങനത്തെ അല്ല വരുന്നത്, ഇതേപോലത്തെ ഒരു തുണി ടൈപ്പാണ്. തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളമൊന്നും ഇങ്ങനെ ആവൂല എന്നാണ്. അപ്പം ഇവിടെ അത്യാവശ്യം ഇത്ര സ്പേസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ തൊട്ട് കാണിക്കാത്ത ഇതിൻ്റെ അച്ഛൻ എനിക്ക് തീരെ ഇഷ്ടമില്ല, ഛർദ്ദിക്കാൻ വരും, എന്തൊക്കെ ആവും. അപ്പോൾ അത് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഇവിടെ സെക്കൻഡ് സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. നമ്മളിവിടെ കണ്ട ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വിചാരിച്ചാൽ ഇതും ഒറ്റൊന്നാണ്, പക്ഷെ അല്ല, ഇതും വേറെയാണ്. ഇവിടെ ഇത് നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ കൊടയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം ഇതിന് നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു ബാഗിന് വരുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് സിബ് തുറന്ന് നോക്കാം. തേർഡ് സിബിലും നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എന്ത് സാധനം ഉണ്ടെങ്കിലും പൊളിക്കാൻ പറ്റും ഈ ഒരു ഇതിൽ. സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ കാണാറില്ല വെച്ചാൽ ബാഗിൻ്റെ ഇതിലാണ് കുറേ ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടുകയാണ്. നമ്മുടെ ലാസ്റ്റ് സിബ് നോക്കുകയാണെങ്കിൽ അതിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. ഭയങ്കര ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. നമുക്കിത് ഇവിടെയും ഇതേപോലെ ഉണ്ട്. ഇനി നമുക്കൊരു ഹിഡൻ സിബ് വരുന്നുണ്ട്. അത് ഇവിടെയാണ്. ഇവിടെ ഉണ്ടൊരു ഹിഡൻ സിബില്ലേ, ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് പിറ്റേ ദിവസമാണ് ഇത് ഇവിടെ ഉള്ളത് ഞാൻ അറിയുന്നത്. നമുക്ക് ഇവിടെ വല്ല ചെറിയ നോട്ട് പാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു സ്പേസാണ്. നമുക്ക് വലുതായിട്ടൊന്നും അങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഇതാണ്. ഇത് പിന്നെ എല്ലാവരും പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയാണ്. ഇതിൻ്റെ ഇവിടെ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ബാഗിൻ്റെ ഇതൊക്കെ വയ്ക്കാനുള്ളൊരു സംഭവമാണ്. പിന്നെ അപ്പോൾ മറ്റേ മഴ ബാഗിന് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെ ഇടുന്നൊരു കാണിച്ചു നേരത്തെ. പിന്നെ ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബാഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗച്ചാണ്. ഈ പൗച്ച് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടാവും. ഇത് അച്ഛൻ കൊണ്ടുവന്നൊരു പൗച്ച്. അതുവരെ ഞാൻ എടുത്തിട്ടില്ല ഈ പൗച്ച്. അപ്പം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ്. ക്രോമീൻ്റെ ഒരു പൗച്ചാണ്. ഇത് ഭയങ്കര അടിപൊളി സ്പീഷ്യസ് വരുന്നൊരു ബ്ലൂ പൗച്ചാണ്. അതിന് ചെറുതായിട്ട് മാച്ച് ആവുന്നൊരു, പക്ഷേ ഇത് നല്ല പോക്കറ്റിനും
പോക്കറ്റ് ബാഗ് പൗച്ചുമാണ്. നെക്സ്റ്റ് വൺ നമ്മൾ അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത്. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. നോട്ട്ബുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നോട്ട്ബുക്കും കൂടെ. എല്ലാ സാധനങ്ങളും എജുമാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പൗച്ച് മാത്രം എജുമാർട്ടെന്നല്ല. പിന്നെ ബാഗിൻ്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ നമ്മളിത് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച ബുക്സാണ്, നോട്ട്ബുക്സ് ഇല്ലേ, അങ്ങനെ സിംഗിൾ ലൈൻ ആയപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ ബുക്സ്. ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ നോക്കാം. ഇതാണ് വാട്ടർ ബോട്ടിൽ വരുന്നത്. ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുത്താണ്. ഞാൻ എത്രയൊക്കെ വെള്ളം കുടിക്കുള്ളൂ, അതിനെക്കൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്ന് എടുത്തത്. മറ്റേ വലിയ വാട്ടർ ബോട്ടിലാകുമ്പോൾ ഞാൻ അത്ര ഇത് കൊണ്ടുപോകില്ല. അപ്പോൾ ഇത് തുറക്കാൻ ഇത്തിരി അടിപൊളി സ്റ്റെപ്പാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സാമാനം തുറക്കണം, എന്നിട്ടാണ് നമ്മൾ ഇത് തുറക്കേണ്ടത്, എന്നിട്ട് നമുക്ക് കുടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആട്ടോ ഇത്. ഈ സാധനം പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇത് നല്ല പ്ലാസ്റ്റിക്കാണ്. ഇത് ഇങ്ങനത്തെ ഒരു നമുക്കിത് എടുക്കാനും ആക്കാനൊക്കെ പറ്റുന്നതാണ്. എടുക്കാനും പറ്റും, എടുത്തിട്ട് കുടിക്കാനും പറ്റും, ഇത് വെച്ചിട്ട് കുടിക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള, എന്തായാലും നമുക്ക് സ്പോർട്സിനൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതാണ് സ്റ്റാർട്ടെന്നൊക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് ക്യൂട്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ സ്റ്റാർട്ട് പോക്കാൻ പറ്റില്ലല്ലോ, എന്നാലും അടിപൊളി തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫെവി ബോണ്ടിൻ്റെ ഒരു പ്ലസ് ക്യൂക്ക് അല്ല, പക്ഷേ നമ്മളെ ഗ്ലൂ ഗണ്ണൊക്കെ പോലത്തെ ഒരു ഇതാണ്. ഗ്ലൂ ഗൺ ഇപ്പം എനിക്കില്ല, അതിനെക്കൊണ്ട് തന്നെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഞാൻ ഒരു ടിഫിൻ എടുത്തിട്ടുണ്ട്. ഇതാട്ടോ ടിഫിൻ. ഒരു തുറക്കാൻ ഇങ്ങനെ വേണം തുറക്കാൻ, എനിക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ. ഇതാണ് ടിഫിൻ. നമുക്ക് 2 മണി വരെ സ്കൂളിലുണ്ട്, ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിനെക്കൊണ്ടാണ് ഒരു ടിഫിൻ. സാധാരണ എല്ലാവർക്കും 2 ടിഫിൻ കാണിക്കും, ബട്ട് എനിക്ക് ഒരു ടിഫിൻ മതി. ഇനിയിപ്പോൾ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. ഒരു പച്ച കളർ ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് സ്കെയിൽ, ഇതൊരു ബ്ലൂ ജെൽ പെന്നാണ്, ഇതിൻ്റെ അറങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കളർ പേപ്പർ സെറ്റ് എടുത്തു. സ്കൂളിലേക്ക് ആർട്ട് ഉണ്ട്, അപ്പം കളർ പേപ്പർ എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ 100 എണ്ണം വരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പേസ്റ്റൽ അല്ല, ഇത് ഡാർക്ക് കളേഴ്സാണ് വന്നിരിക്കുന്നത്. അമ്മ വീഡിയോ ഇരുന്ന് ചേർന്നെടുക്കുന്നത്, ഇപ്പം കിടന്ന് അതുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എക്സാം പാഡ്, മറ്റേ ഇങ്ങനെ എക്സാം പാഡെന്ന് പറയും. അപ്പോൾ അത് ഈ എന്താ പേപ്പറിൻ്റെ ആയിരുന്നു, കാർബോണിൻ്റെ. അപ്പോൾ അതിങ്ങനെ ബാഗിൽ വെക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ബാഗിൽ ചുങ്ങി പോകുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ക്രിസ്റ്റൽ വെച്ചത് വെറും പ്ലാസ്റ്റിക്കാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സിനെടുത്ത് അതൊന്നും പൊട്ടുന്ന പ്ലാസ്റ്റിക് അല്ല, ഓരോക്കെ സാധാരണ ഇങ്ങനെ വായിക്കാനും പിടിക്കാനൊക്കെ പറ്റുന്ന ഒരു എന്താ പറയുക എക്സാം ബോർഡാണ്. പക്ഷേ എൻ്റെ നല്ല അടിപൊളി ക്രിസ്റ്റലാണ്. പൊട്ടിപ്പോയാൽ പ്രിക്കോന്ന് പൊട്ടുന്ന ഐറ്റമാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെ അടുത്തുള്ള നെയിം സ്ലിപ്പ് എൻ്റെ അടുത്തുണ്ട്. പിന്നെ എൻ്റെ ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. മലയാളം വേർഡ്സ് ഉണ്ട്, വർക്ക് ഷീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, സെമസ്റ്റർ 1 ഉണ്ട്, ഇംഗ്ലീഷ് മാത്സ് ഒക്കെ ആയിട്ടുള്ള സെമസ്റ്റർ 2 ഉണ്ട്, പിന്നെ ഡ്രോയിങ് ബുക്ക് ഉണ്ട്, ബ്രൈറ്റ് ഹോട്ട്സ് ഉണ്ട്, ഇത് മോറൽ സയൻസിൻ്റെ, പിന്നെ ഹിന്ദി ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് സ്കൂൾ ഹോൾ എന്ന് പറഞ്ഞാൽ. കുറച്ച് ഐറ്റംസ് കൂടിയിട്ടുള്ളൊരു കുറച്ച് ഐറ്റംസ് കൂടിയിട്ടുള്ള സാധനമാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ പ്രൈസൊക്കെ പറയാമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ പ്രൈസ് ഒന്ന് കട്ട് ചെയ്യുന്ന 600. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അപ്പം ഇതിൻ്റെ റേറ്റ് 1100.
പറയുന്നുണ്ട് നമ്മുടെ മെയിൻ ആയിട്ട് എന്നോട് കാണിക്കാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കവറിങ് പേപ്പർ അല്ല. സാധാ കവറിങ് പേപ്പർ ഇട്ട് ഞാൻ അതിൻ്റെ മുകളിലത്തെ ഒരു പീൽ ചെയ്യുന്ന കവറാ, പ്ലാസ്റ്റിക് കവറ്. ആ പ്ലാസ്റ്റിക് കവർ പൊളിക്കുമ്പോൾ സൈഡൊക്കെ ഇപ്പം ഇവിടുത്തെ സൈഡൊക്കെ ചളിങ്ങി പോവും. അപ്പം അത് വേണ്ട. ഞാൻ അതിനെക്കൊണ്ട് ഇങ്ങനത്തെ ഒരു മനസ്സിലുള്ളത് തേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കുട്ടി പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് കിട്ടുക. ഇത് പ്ലാസ്റ്റിക് കവറല്ല. ഇത് പ്ലാസ്റ്റിക് കവറാണോ? അല്ല 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 പ്ലാസ്റ്റിക് കവറല്ല, വേറെ എന്തൊരു കവറാ. അപ്പം ഇതെല്ലാം വെച്ചുമായിട്ട് ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിച്ച ശേഷം അതിൻ്റെ അകത്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കൃത്യം നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്യുക. ഷെയർ ചെയ്തില്ലെങ്കിലും ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണം. അപ്പം ഗിവ് അവേ ഇല്ല കേട്ടോ, നിങ്ങളുടെ അന്ന് പറഞ്ഞത് നിങ്ങൾ കാരണം അതില്ലാണ്ടായി. അപ്പം എന്താ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.